ഹലോ, ഇതൊക്കെയാണ് ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്, ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് പഠിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു തിക്കർ യാണാണ്. നിങ്ങൾക്ക് സ്റ്റിച്ചസ് ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് തിക്കർ അക്രലിക് യാണും ദെൻ കറസ്പോണ്ടിങ് 5 mm ക്രോഷ്യ ഹുക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സ്റ്റാർട്ടിങ്ങിൽ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു നോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ആ നോട്ടിൻ്റെ പേരാണ് സ്ലിപ്പ് നോട്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റുള്ള യാണ് കൈൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യാം. ദെൻ 1 ഫിംഗർ മെത്തേഡ് വഴിയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ഫിംഗറിൻ്റെ മുകളിൽ യാണ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഓക്കെ. ദെൻ ഹുക്ക് ഫസ്റ്റ് യാണിൻ്റെ താഴത്ത് കൂടി പോയി സെക്കൻഡ് യാണിനെ ഗ്രാബ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം. റിലീസ് ദ ഫിംഗർ. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഫോം ചെയ്തു. ഓക്കെ, ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇത് വെച്ചിട്ടാണ് ക്രോഷ്യങ് സ്റ്റാർട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ടിന് വേറൊരു ഈസി മെത്തേഡ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് യാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അപ്പോൾ ഞാൻ ഹുക്ക് ഇല്ലാതെ ചെയ്യുന്ന മെത്തേഡും കാണിച്ചു തരാം. ജസ്റ്റ് സാധാ നോട്ട് ഇടുന്ന പോലെ. യെസ്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ പേരാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ചാണ് ക്രോഷ്യയിലെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്ന് പറയും. കാരണം ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മാത്രമേ അതിൻ്റെ മുകളിൽ ഫർദർ സ്റ്റിച്ചസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്ലിപ്പ് നോട്ട് റെഡിയായി. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യാണ് ഹുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിനാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. യാണ് ജസ്റ്റ് ഹുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. ദെൻ ഞാൻ ഹുക്കിൻ്റെ ഡയറക്ഷൻ ഡൗൺ പൊസിഷൻ ആക്കി, എന്നിട്ട് ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും. എഗെയിൻ ഞാൻ ഹുക്ക് മുകളിലേക്കാക്കി. ഇതാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്. ഈ ഡയറക്ഷൻ സെയിം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, യാൺ ഓവർ. ഓക്കെ, അപ്പോൾ ചെയിൻ സ്റ്റിച്ചസ് ഇങ്ങനെ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എവിടെയും പ്രഷർ അപ്ലൈ ചെയ്യാതെ ഭയങ്കര ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും യാണും ഹുക്കും ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിച്ചസ് ഇതുപോലെ നീറ്റ് ആൻഡ് യൂണിഫോം സ്റ്റിച്ചസ് ആയിട്ട് വരും. അധികം ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചസ് വരും. അപ്പോൾ അതിനുവേണ്ടി കണ്ടിന്യൂസ്ലി ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു ക്രോഷ്യ ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ്. ഇതിൻ്റെ മുകളിലാണ് ഫർദർ സ്റ്റിച്ചസ് ചെയ്യാൻ കഴിയാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 5 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു റഫ് നമ്പറാണ്. അപ്പോൾ ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ശ്രദ്ധിക്കാം, യാൺ ഓവർ ചെയ്യും, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരും. 2 ലൂപ്സ് ഉണ്ടാവും. എഗെയിൻ ഈ കൊണ്ടുവന്ന സെയിം യാണ് ഈ ഒരു ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ലൂപ്പ് ഹുക്കിൻ്റെ മുകളിലുണ്ടാവും. അതാണ് വർക്കിംഗ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും, യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവരും. ദെൻ വർക്കിംഗ് ലൂപ്പിലൂടെയും കൊണ്ടുവരും. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനിയുള്ള എല്ലാ 5 ചെയിൻ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ. ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു ക്രോഷ്യ ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ്. ഇതിൻ്റെ മുകളിലാണ് ഫർദർ സ്റ്റിച്ചസ് ചെയ്യാൻ കഴിയാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 5 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു റഫ് നമ്പറാണ്. അപ്പോൾ ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ശ്രദ്ധിക്കാം, യാൺ ഓവർ ചെയ്യും, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരും. 2 ലൂപ്സ് ഉണ്ടാവും. എഗെയിൻ ഈ കൊണ്ടുവന്ന സെയിം യാണ് ഈ ഒരു ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ലൂപ്പ് ഹുക്കിൻ്റെ മുകളിലുണ്ടാവും. അതാണ് വർക്കിംഗ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും, യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവരും. ദെൻ വർക്കിംഗ് ലൂപ്പിലൂടെയും കൊണ്ടുവരും. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനിയുള്ള എല്ലാ 5 ചെയിൻ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഓക്കെ, ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ. സ്റ്റിച്ചിൻ്റെ പേരാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ച് ആയിട്ടുള്ള 5 ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എക്സ്ട്രാ 1 ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ചിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് സിംഗിൾ ക്രോഷ്യ എന്ന സ്റ്റിച്ചിന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും, യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം യാണിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, 2 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മുകളിൽ. എഗെയിൻ യാൺ ഓവർ, എന്നിട്ട് 2 ലൂപ്സിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ചെയിൻ സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ കൊണ്ടുവരും, യാൺ ഓവർ, 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യും. ഇതാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ബാക്കിയുള്ള സ്റ്റിച്ചസിലൂടെയും ഇതുപോലെ ചെയ്തെടുക്കാം. യെസ്, 5 ചെയിൻ സ്റ്റിച്ചിൽ 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് റെഡിയായി. ഇതാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ പാറ്റേൺ. ഒരു വി സ്റ്റിച്ചാണ്. നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ പേരാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ച് ആയിട്ടുള്ള 5 സ്റ്റിച്ചസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ 1 ചെയിന് ആഡ് ചെയ്യാം. എല്ലാ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സ്ട്രാ 1 മോർ ചെയിന് ആഡ് ചെയ്ത് കൊടുക്കണം ഹാഫ് ഡബിൾ ക്രോഷ്യക്കും. ഇനി സെക്കൻഡ് ചെയിനിലാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ യാൺ ഓവർ ചെയ്ത് വെക്കും. ഓക്കെ, യാൺ ഓവർ പറയുമ്പോൾ യാൺ ജസ്റ്റ് ഹുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിനെ രണ്ടിനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം യാൺ കൊണ്ടുവരും. നൗ 3 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മുകളിൽ. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് 3 ലൂപ്സിനെയും ക്ലോസ് ചെയ്യും. യെസ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയായി. നെക്സ്റ്റ് വീണ്ടും യാൺ ഓവർ, അടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവന്നു. 3 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മുകളിൽ. യാൺ ഓവർ, 3 ലൂപ്സിനെയും ക്ലോസ് ചെയ്തു. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയായി. ഇനി ബാക്കിയുള്ള സ്റ്റിച്ചസിലൂടെ എല്ലാം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഫിഫ്ത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയായി. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ സ്റ്റിച്ച് പാറ്റേൺ. നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ പേരാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ച് ആയിട്ടുള്ള 5 സ്റ്റിച്ചസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സ്ട്രാ 1, 2 ചെയിൻ സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യൻ്റെ കേസിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ ഹാഫ് ഡബിൾ ക്രോഷ്യനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യും, 1, 2 ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്ത് തേർഡ് ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും, യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരും. 3 ലൂപ്സ് ഉണ്ടാവും ഈ ഒരു സമയത്ത്. ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്സിനെ മാത്രം ക്ലോസ് ചെയ്യും. അഗെയിൻ 2 ലൂപ്സ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യും. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ഇത് ബാക്കിയുള്ള 4 സ്റ്റിച്ചസിലും റിപ്പീറ്റ് ചെയ്യാം. യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം യാൺ ഓവർ ചെയ്ത് കൊണ്ടുവരും. 3 ലൂപ്സ് ഉണ്ടാവും. അഗെയിൻ യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും. അഗെയിൻ യാൺ ഓവർ, ലാസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഓക്കെ, അഗെയിൻ ഫോർത്ത് ഡബിൾ ക്രോഷ്യ. ഫോർത്ത് ഡബിൾ ക്രോഷ്യ റെഡിയായി. ആൻഡ് ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് ഡബിൾ ക്രോഷ്യ. യെസ്, ഫിഫ്ത്ത് ഡബിൾ ക്രോഷ്യയും റെഡി ആയിട്ടോ. അപ്പം ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യൻ്റെ സ്റ്റിച്ച് പാറ്റേൺ. നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ പേരാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ടുള്ള 5 ചെയിൻ സ്റ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ 1, 2, 3
3 ചെയിൻ സ്റ്റിച്ച് ആണ് ട്രിപ്പിൾ ക്രോഷ്യക്ക് ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഡബിൾ ക്രോഷ്യനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടൈം യാൺ ഓവർ ചെയ്യും, എഗെയിൻ 1 മോർ ടൈം യാൺ ഓവർ ചെയ്യും. 2 ടൈംസ് ഇവിടെ യാൺ ഓവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഫുൾ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 2 3 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 4th ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം യാണ് പുറത്തേക്ക് കൊണ്ടുവരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് ഫസ്റ്റ് യാൺ ഓവർ ചെയ്യും, ആദ്യത്തെ 2 ലൂപ്പ് മാത്രം ക്ലോസ് ചെയ്യും, വീണ്ടും 3 ലൂപ്പ് ഉണ്ടാവും, വീണ്ടും യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് 2 ലൂപ്സിനെ മാത്രം ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീണ്ടും 2 ലൂപ്സ് ഉണ്ടാവും, യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. സോ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് റെഡിയായി. ലെങ്തി സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷ്യ കിട്ടുക. നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 2 ടൈംസ് യാൺ ഓവർ ചെയ്യും, എന്നിട്ട് തൊട്ട് നെക്സ്റ്റ് ഉള്ള സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും, യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവരും, യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും, എഗെയിൻ നെക്സ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും, എഗെയിൻ യാൺ ഓവർ ലാസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. യെസ്, ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യൻ്റെ സ്റ്റിച്ച് പാറ്റേൺ എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തി സ്റ്റിച്ചസ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ പേരാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടി ഫൗണ്ടേഷൻ സ്റ്റിച്ച് ആയിട്ടുള്ള 5 ചെയിൻ സ്റ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ 1 2 3 ചെയിൻ സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷ്യക്ക് ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുക. ക്രോഷ്യനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി 1 ടൈം യാൺ ഓവർ ചെയ്യും, എഗെയിൻ 1 മോർ ടൈം യാൺ ഓവർ ചെയ്യും. 2 ടൈംസ് ഇവിടെ യാൺ ഓവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഫുൾ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 2 3 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 4th ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം യാണ് പുറത്തേക്ക് കൊണ്ടുവരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് ഫസ്റ്റ് യാൺ ഓവർ ചെയ്യും, ആദ്യത്തെ 2 ലൂപ്പ് മാത്രം ക്ലോസ് ചെയ്യും, വീണ്ടും 3 ലൂപ്പ് ഉണ്ടാവും, വീണ്ടും യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് 2 ലൂപ്സിനെ മാത്രം ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീണ്ടും 2 ലൂപ്സ് ഉണ്ടാവും, യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യും. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് റെഡിയായി. ലെങ്തി സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷ്യ കിട്ടുക. നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 2 ടൈംസ് യാൺ ഓവർ ചെയ്യും, എന്നിട്ട് തൊട്ട് നെക്സ്റ്റ് ഉള്ള സ്റ്റിച്ചിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും, യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവരും, യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും, എഗെയിൻ നെക്സ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും, എഗെയിൻ യാൺ ഓവർ ലാസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യും. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്. യെസ്, ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യൻ്റെ സ്റ്റിച്ച് പാറ്റേൺ എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തി സ്റ്റിച്ചസ് ആയിട്ടായിരിക്കും കിട്ടുക.